ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി തെരഞ്ഞെടുപ്പിന് സജ്ജരായി പാർട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ BJP സ്ഥാനാർത്ഥിയായേക്കും. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട് രംഗത്തിറക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും മത്സരിക്കും. BJP സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറി. ശോഭാ സുരേന്ദ്രൻ വയനാട് മത്സരിച്ചാൽ കോഴിക്കോട് MT രമേശിനാണ് സാധ്യത. മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയായേക്കും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അലക്സ്, ഇതിൽ തൃശൂരും ആറ്റിങ്ങലുമൊക്കെ നേരത്തെ മുതൽ കേൾക്കുന്ന പേരുകളാണ്. ഏതാണ്ട് V മുരളീധരനും ഒപ്പം സുരേഷ് ഗോപിയും അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തു. തിരുവനന്തപുരവും വയനാടും പോലെ ദേശീയ നേതാക്കളെ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ ഒടുവിലെ ചർച്ചകൾ ഏത് നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്? ഗോകുൽ, കളം നിറഞ്ഞ് കളം പിടിക്കാനാണ് BJP നീക്കം. ഒന്നുകിൽ വിജയിക്കുക, അതല്ലെങ്കിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക. അതാണ് BJPക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയും കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശവും അതാണ്. അതിനനുസരിച്ച് കരുത്തരെ രംഗത്തിറക്കുകയാണ് BJP. അത് നേരത്തെ തന്നെ ആലോചിച്ചതുമാണ്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതാണ് ഗോകുൽ നേരത്തെ സൂചിപ്പിച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിൽ V മുരളീധരൻ സ്ഥാനാർത്ഥിയാകും, തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകും, പാലക്കാട് C കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകും, കാസർഗോഡ് മണ്ഡലത്തിൽ PK കൃഷ്ണദാസ് മത്സരരംഗത്ത് ഉണ്ടാകും, സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. ഒപ്പം പത്തനംതിട്ടയിൽ ഈ ഇടയായി പാർട്ടിയിലേക്ക് എത്തിയ PC ജോർജ് പത്തനംതിട്ട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രഥമ പേരുകാരനാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കോഴിക്കോട് ജില്ലയിൽ ആദ്യാവസാനവും പരിഗണിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ്. ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഇപ്പോൾ കോഴിക്കോടിന് പുറമെ വയനാട് മണ്ഡലത്തിൽ കൂടി പാർട്ടി പരിഗണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധിയാണ് UDFന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ BDJസിൽ നിന്ന് ആ സീറ്റ് BJP ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് ഏറ്റെടുക്കുക മാത്രമല്ല, സംസ്ഥാനത്തെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ വയനാട് രംഗത്തിറക്കാൻ പാർട്ടി ആലോചിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി ആനി രാജ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രനെ വയനാട് രംഗത്തിറക്കുന്നതിൻ്റെ ആവശ്യകതയിലേക്ക് കൂടി BJP വിരൽ ചൂണ്ടുന്നുണ്ട്. അങ്ങനെ രണ്ട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശോഭാ സുരേന്ദ്രൻ വയനാട് മത്സരിക്കുകയാണെങ്കിൽ കോഴിക്കോട് MT രമേശിനാണ് സാധ്യത. കാരണം MT രമേശിനെ നിലവിൽ വടകര മണ്ഡലത്തിലാണ് പരിഗണിക്കുന്നത്. MT രമേശിനെ കൂടാതെ വടകര മണ്ഡലത്തിൽ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണനെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. പ്രഫുൽ കൃഷ്ണനെ പൊന്നാനിയിലും പരിഗണിക്കുന്നുണ്ട്. പ്രഫുൽ കൃഷ്ണന്റെ പേര്. മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടിയുടെ പേരാണ് പരിഗണിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ കൊല്ലത്തേക്ക് വരുമ്പോൾ ജില്ലാ അധ്യക്ഷൻ PB ഗോപകുമാറിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം ചില മാറ്റങ്ങൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ചില പരിഗണനകൾ, പ്രത്യേകിച്ച് സാമുദായിക പരിഗണന, ഒപ്പം വനിതകൾക്കും യുവാക്കൾക്കും ഒക്കെയുള്ള പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ പട്ടികയിൽ അന്തിമ ധാരണയാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനി തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥി വരും എന്ന് BJP ആദ്യാവസാനം പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിനാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിലവിൽ മുൻതൂക്കം. കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരടക്കം, രാജീവ് ചന്ദ്രശേഖരൻ, നിർമ്മല സീതാരാമൻ അടക്കമുള്ളവരുടെ പേരുകളാണ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടത്, തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടത്. കലാ സാംസ്കാരിക രംഗത്തുള്ള ചില പ്രമുഖരുമായി പാർട്ടി ചർച്ച നടത്തുന്നുണ്ട്. തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച ആ മണ്ഡലം തിരികെ പിടിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ പ്രമുഖരായ ആരെങ്കിലും രംഗത്തിറക്കാനാകുമോ എന്നുള്ള കാര്യം പാർട്ടി ആലോചിക്കുന്നു. അത്തരം ആളുകളുമായി ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ആ വിഷയങ്ങൾ പുറത്തുവിടാൻ, ആ ആളുകളുടെ സമ്മതം കൂടാതെ പുറത്തുവിടാൻ പാർട്ടി വൃത്തങ്ങൾ തയ്യാറല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും ഒടുവിൽ കുമ്മനം രാജശേഖരന്റെ പേര് പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കുമ്മനത്തെ പരിഗണിച്ചിരുന്നത് പത്തനംതിട്ട മണ്ഡലത്തിലാണ്. പത്തനംതിട്ടയിൽ PC ജോർജിന്റെ വരവോടുകൂടി കുമ്മനത്തിന് സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കൊല്ലം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരന്റെ പേര് പരിഗണിച്ചിരുന്നു. അത്തരത്തിൽ കുമ്മനം രാജശേഖരൻ ഒരു സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളത് BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുമ്മനത്തെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. മറ്റു ചില സാധ്യതകൾ പരിശോധിച്ചാൽ അത് ചാലക്കുടിയിലേക്ക് വരുമ്പോൾ മേജർ രവിയുടെ പേരിന് മുൻതൂക്കമുണ്ട്. ചാലക്കുടിയിൽ തന്നെ B ഗോപാലകൃഷ്ണനും അതുപോലെ AN രാധാകൃഷ്ണനും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. എറണാകുളം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അനിൽ ആന്റണിയുടെ പേരിനാണ് മുൻതൂക്കം. എന്നിരുന്നാൽ പോലും വനിതാ നേതാക്കളുടെ പ്രാതിനിധ്യം, വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം അവിടെ ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട് സംസ്ഥാന വക്താവ് TP സിന്ധുമോളെ എറണാകുളത്ത് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം മഹിളാ മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരന്റെ പേരും എറണാകുളം മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരാണ്. എന്താണെങ്കിലും ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ഇന്ന് രാത്രിയോടുകൂടി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പോകും. നാളെ വൈകുന്നേരം ഡൽഹിയിൽ ദേശീയ നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ചർച്ചയിൽ കേന്ദ്ര നേതൃത്വം കൂടി മുന്നോട്ട് വയ്ക്കുന്ന പേരുകളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അന്തിമ ധാരണയാകുക എന്നുള്ളതാണ്. 29 ഇത് സംബന്ധിച്ച ഏറെക്കുറെയുള്ള മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് നിലവിൽ പാർട്ടി ആലോചിക്കുന്നത്. ഗോകുൽ.
ശരി, അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. അതായത് LDFന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഒരു ധാരണയായ സ്ഥിതിക്ക് ഇപ്പോൾ BJP അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ വയനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ, വടകരയിലും കോഴിക്കോടുമൊക്കെ ചില മാറ്റങ്ങൾ അതിനടിസ്ഥാനത്തിൽ മുമ്പ് പരിഗണിച്ചിരുന്ന പേരുകൾക്കൊപ്പം മറ്റു ചില ആളുകളെ കൂടി പരിഗണിക്കുന്നു എന്നതാണ്. അതാണ് പ്രധാനപ്പെട്ട മാറ്റം. ശോഭാ സുരേന്ദ്രനെ വയനാട്ടിൽ കൂടി പരിഗണിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം. അങ്ങനെ ഏതായാലും ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഒന്നോ രണ്ടോ പേരുകളിലേക്ക് എത്താൻ BJPക്കുമായിരിക്കുന്നു. ആ പട്ടിക ഏതായാലും സംസ്ഥാന നേതൃത്വം ഇന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുകയും ചെയ്യും. അലക്സാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. കൊയിലാണ്ടിയിലെ അരുംകൊല. കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട CPIM നേതാവ് PV സത്യനാഥിന്റെ സംസ്കാരം രാത്രി 8 മണിക്ക്. മൃതദേഹം പെരുവട്ടൂരിലെ വീട്ടിലെത്തിച്ചു. കൊയിലാണ്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിൽ മന്ത്രിമാരുൾപ്പെടെ നിരവധി ആളുകളാണ് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത്. സത്യനാഥിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അഭിലാഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമെന്നാണ് നിഗമനം. കൊലയ്ക്കുപയോഗിച്ച ആയുധം കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ്. തുടരന്വേഷണത്തിന് പോലീസ് പ്രത്യേക സംഘം രൂപീകരിക്കും. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, നാട്ടിലേറെ സ്വീകാരനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുദർശനത്തിലുടനീളം വലിയ പൊതുജന പങ്കാളിത്തം, അല്ലെങ്കിൽ അവസാനമായി സത്യനാഥനെ കാണാൻ ഒരുപാട് പേര് ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു. ഈ കൊലപാതകമുണ്ടാക്കിയ ഒരു നടുക്കമുണ്ട്. പ്രത്യേകിച്ച് 6 കൊല്ലം മുമ്പ് വരെ CPMന്റെ ഭാഗമായിരുന്ന CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന അഭിലാഷ് എന്താണ് ഇങ്ങനെ ജീവനെടുക്കുന്ന നിലയിലേക്ക് സത്യനാഥിനോട് വൈരാഗ്യമുണ്ടാകാൻ കാരണമെന്നത് ഇപ്പോഴും അവ്യക്തതയെ തുടരുകയല്ലേ? തീർച്ചയായും ഗൂഗിൾ ഏറെ സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു PV സത്യനാഥ്. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായ PV സത്യനാഥിൻ്റെ വിയോഗം വളരെയധികം വലിയ രീതിയിലാണ് നാട്ടുകാരിൽ ഞെട്ടൽ ഉളവാക്കിയിരിക്കുന്നത്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ പൊതുദർശനത്തിന് ശേഷം നിലവിൽ മൃതദേഹം പെരുവട്ടൂരിലുള്ള PV സത്യനാഥിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് പേരാണ് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്കു കാണുവാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എത്രത്തോളം അദ്ദേഹം ഈ നാട്ടുകാരുമായി ചേർന്നു നിന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു ജനങ്ങളുടെ വീട്ടിലേക്കുള്ള ഒഴുക്ക്. ആ രീതിയിൽ അദ്ദേഹത്തെ അവസാനമായി കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ, അണമുറിയാത്ത ജനം തന്നെ ഈ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെ സംബന്ധിച്ച് ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ആയുധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് PV സത്യനാഥിനെ അഭിലാഷ് കൊലപ്പെടുത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ട് ഇതിനായുള്ളൊരു തിരച്ചിൽ നടത്തും. ഈ ആയുധം കണ്ടെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. കൊയിലാണ്ടി CIയുടെ മേൽനോട്ടത്തിലുള്ള 7-അംഗ അന്വേഷണ സംഘമാണ് നിലവിൽ അക്കാര്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും PV സത്യനാഥിനെ ശരീരത്തിൽ 6ഓളം ആഴത്തിലുള്ള മുറിവുകളാണുള്ളത്. എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനിടയായ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിനിടയാക്കിയത് എന്നുള്ള മൊഴിയാണ് അഭിലാഷ് നൽകിയിരിക്കുന്നത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ CPM അംഗമായിരുന്നു ഈ അഭിലാഷ്. തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. നേരത്തെ 5ഓളം സ്ഥലങ്ങളിൽ പൊതുദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊയിലാണ്ടിയിലേക്ക് എത്തിച്ചത്. കൊയിലാണ്ടിയിൽ പൊതുദർശനത്തിന് മന്ത്രി PA മുഹമ്മദ് റിയാസ്, KK ശൈലജ, P മോഹനൻ, P ജയരാജൻ, MV ജയരാജൻ ഉൾപ്പെടെ നിരവധി മുതിർന്ന CPM നേതാക്കളാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഒപ്പം തന്നെ വിവിധ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നൂറുകണക്കിന് പേർ കൊയിലാണ്ടിയിലും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചേർന്നിരുന്നു. നിലവിൽ പെരുവട്ടൂരിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. അതിനുശേഷം ഏതാണ്ട് 8 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഗൂഗിൾ. എന്നാലും നാട് നടുങ്ങിയ കൊലപാതകമാണ്. ആഘോഷലകലിയിലായിരുന്ന ഒരു അമ്പലമുറ്റത്താണ് ചോരക്കളമായി മാറിയത്. ആയുധം എന്തായാലും അത്തരത്തിൽ ജീവനെടുക്കുന്ന നിലയിൽ ഒരു ആക്രമണത്തിന് അഭിലാഷിനെ പ്രേരിപ്പിച്ചത് എന്താണ്? അങ്ങനെ ഒരു വലിയ വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നതാണ് ഇപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാകും. സത്യനാഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വരും എന്ന് തന്നെയാണ് CPM നേതൃത്വവും പ്രതികരിക്കുന്നത്. അഭിജിത്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. 3-ാം സീറ്റിൽ ലഭിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിന് മുസ്ലിം ലീഗ്. UDF യോഗം ബഹിഷ്കരിക്കാനാണ് ആലോചന.
രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും കോൺഗ്രസ് ഉറപ്പു നൽകാത്തതാണ് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചത്. സീറ്റിന് വേണ്ടി യാചിക്കുകയല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM എസലാം 24-നോട് പറഞ്ഞു. അപമാനം സഹിച്ച് UDF-ൽ നിൽക്കണോ എന്ന് ലീഗ് തീരുമാനിക്കണമെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. മൂന്നാം സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണമെന്നാണ് ലീഗ് നിലപാട്. രണ്ടിലും ഉറപ്പ് ലഭിക്കാത്തതാണ് ലീഗിന്റെ അതൃപ്തിക്ക് കാരണം. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കേണ്ടതില്ലെന്ന നിലപാടിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ആവശ്യം നേടിയെടുക്കുക എന്ന നിലപാടിലേക്ക് ലീഗ് മാറി. അണികളുടെ വികാരം കൂടി കണക്കിലെടുത്താണ് നയമാറ്റം. ലീഗിന് മൂന്നാം സീറ്റ് ലഭിക്കുമെന്ന PM എസലാം. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. 25-ാം തീയതി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകണം. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും നീണ്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അത് തീരുമാനം അണികൾക്ക് കൂടി ആശ്വാസകരമായ ഒരു തീരുമാനമായാൽ പോരെ, പിന്നെ അടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. UDF-ലെ പ്രബല കക്ഷിയായിട്ടും മൂന്നാം സീറ്റിനായി ലീഗ് ദയനീയമായി യാചിക്കുകയാണെന്ന മന്ത്രി P രാജീവ്. UDF-ന്റെ കരുത്ത് മുസ്ലിം ലീഗാണ്. നിയമസഭയിൽ മൂന്നിൽ 1 സീറ്റ് ലീഗിനുണ്ടായിട്ടും മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ദയനീയമായി യാചിക്കുകയാണ് ചെയ്യുന്നത്. മലപ്പുറത്തും പൊന്നാനിയിലും LDF ദുർബല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയതെന്നും ഇത് പിണറായി വിജയനും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ധാരണയാണെന്നും BJP ആരോപിച്ചു. പിണറായി വിജയന്റെ ആ അടവ് നയം അവരിപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇവിടെ CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ മലപ്പുറത്തെ 2 സ്ഥാനാർത്ഥികളും വളരെ ദുർബലരാണ്. അത് മഞ്ചേരിയിലായാലും മലപ്പുറത്തായാലും. അത് പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രകടമായ പ്രതിഫലനമാണ് എന്ന് ഞങ്ങൾ പറയാൻ. ലീഗുമായുള്ള തർക്കം പരിഹരിച്ച് എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്ന ആവശ്യത്തിലാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം. 24 മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണയായതോടെ വിജയസാധ്യത പങ്കുവെച്ച LDF നേതാക്കൾ തിരുവനന്തപുരത്ത് BJP കേന്ദ്രമന്ത്രിമാരെ അടക്കം ആരെ ഇറക്കിയാലും LDF വിജയിക്കുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. പത്തനംതിട്ടയിൽ ശബരിമലയ്ക്ക് പകരം അയോധ്യയും മണിപ്പൂരും ചർച്ചയാകുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്കും പ്രതികരിച്ചു. പിണറായി അപമാനിച്ച KS ഹംസയെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPIM മറുപടി പറയണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളം രാഷ്ട്രീയ വാക്പോരുകളുമായി ചൂടുപിടിച്ചു തുടങ്ങി. UDF-ന് മുൻപേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ധാരണയായതിന്റെ ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പിന്. അത് നേതാക്കളുടെ വാക്കുകളിൽ പ്രകടം. പത്തനംതിട്ടയിൽ സാമുദായിക മത്സരമല്ല, രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന് TM തോമസ് ഐസക്. പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും, ആരും സംശയം വേണ്ട. കേരളത്തിൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക. ഇടതുപക്ഷം തകർപ്പൻ വിജയം നേടും. BJP ദേശീയ മുഖം പരീക്ഷിക്കാനൊരുങ്ങുന്ന തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF-ന്റെ വിജയം ഉറപ്പാക്കാനുള്ള സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ടാകും. തിരുവനന്തപുരത്തുണ്ടാകും, എല്ലായിടത്തും ഉണ്ടാകും. കേന്ദ്രമന്ത്രിയോ വലിയ മന്ത്രിയോ അതിനേക്കാളും വലിയ മന്ത്രിയോ വന്നാലും ശരി. അതേസമയം പൊന്നാനിയിലെ CPM-ന്റെ പൊതുസ്വതന്ത്രനെ രാഷ്ട്രീയ ചർച്ചയാക്കുകയാണ് UDF ക്യാമ്പ്. പിണറായിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച KS ഹംസയാണ് CPM-ന്റെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി. പിണറായി വിജയന്റെ കുഞ്ചിന് പിടിക്കണമെന്ന് പറഞ്ഞ ആളെയാണ് മഞ്ചേരിയിലെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം അതിന്റെ മറ്റൊരു വശം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. CPIM പ്രൊഫസർ C രവീന്ദ്രനാഥിനെ ഇറക്കുന്ന ചാലക്കുടി സേഫ് എന്ന UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന സിറ്റിംഗ് MP ബെന്നി ബെഹന്നാൻ. ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലം കോൺഗ്രസിന് UDF-ന് വിജയിക്കാൻ എല്ലാ സാധ്യതയുള്ള നിയോജകമണ്ഡലമാണ്. സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രതികരണത്തിൽ ഞാൻ മുതിരുന്നില്ല. പക്ഷെ നിയോജകമണ്ഡലം വളരെ സേഫാണ്. ഈ നിയോജകമണ്ഡലം 20 മണ്ഡലങ്ങളിലും വിജയസാധ്യത മാത്രം ലക്ഷ്യം വെച്ചുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞുവെന്നാണ് LDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 26-ന് CPI-യും 27-ന് CPI-യും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും. ഇപ്പോൾ വരുന്ന വാർത്ത, കൊയിലാണ്ടിയിൽ CPIM ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിനെ കൊലപ്പെടുത്താൻ പ്രതി അഭിലാഷ് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തി. സംഭവം നടന്ന ക്ഷേത്രത്തിന്റെ ഓഫീസ് പരിസരത്ത് നിന്നാണ് ആയുധം ലഭിച്ചത്. അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ജീവനെടുക്കാൻ കാരണമായ ആഴമേറിയ 6 മുറിവുകൾ, അതിന് കാരണമായ ആയുധം എന്താണ്?
ഗോകുൽ, അല്പസമയം മുൻപാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെടുത്തത്. നീളത്തിലുള്ള കത്തി എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നീളമേറിയ കത്തി ഉപയോഗിച്ചാണ് അഭിലാഷ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തത്. ഈ സംഭവം നടന്ന ക്ഷേത്രം ഓഫീസിന്റെ പരിസരത്ത് വെച്ചാണ് ഈ ആയുധം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തത്. ഇന്നലെ തന്നെ ഈ ഒരു സത്യനാഥിന്റെ ശരീരത്തിലുള്ള മുറിവുകൾ അത് വളരെ ആഴമേറിയതായിരുന്നു. ഒരുപക്ഷെ ഈ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാകില്ല ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള ഒരു സംശയം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. കൊലപാതകത്തിലേക്ക് നയിച്ചത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആഴമേറിയ മുറിവുകളാണ്. ഈ ആഴമേറിയ മുറിവിന് കാരണമായത് ഈ നീളമേറിയ കത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് പോലീസ് നിലവിലെത്തുന്നത്. ആ ഒരു ആയുധമാണ് നിലവിൽ പോലീസ് ഈ ക്ഷേത്രം പരിസരത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തത്. അഭിലാഷിന്റെ അറസ്റ്റ് പോലീസ് അല്പസമയം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അഭിലാഷിനെ കോടതിയിൽ ഹാജരാക്കുവാനായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. ഏതായാലും പോലീസിന് മുന്നിൽ ഇനി അറിയാനുള്ളത് ഇയാൾ തനിച്ചാണോ ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഈ ആയുധം കണ്ടെടുത്തു. ഇനി ഈ കൊലപാതകം നടത്തിയത് കാരണമായി നേരത്തെ തന്നെ ഇയാൾ പറഞ്ഞൊരു മൊഴി വ്യക്തിവൈരാഗ്യം എന്നുള്ളതാണ്. പക്ഷേ മറ്റേതെങ്കിലും കാരണങ്ങളുണ്ടോ, പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്, മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിലൊരു പ്രതികരണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഗോകുൽ, തീർച്ചയായിട്ടും ഇപ്പോഴും അവ്യക്തത തുടരുന്നത് കൊലപാതകത്തിന്റെ കാരണമാണ്, അല്ലെങ്കിൽ ആ വ്യക്തി വിരോധത്തിന് കാരണമായത് എന്താണ് എന്നതാണ് ഇനി അറിയേണ്ടത്. ആയുധം ഏതായാലും കണ്ടെത്തിയിരിക്കുന്നു പോലീസ്. ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഡൽഹി ചലോ സമരത്തിനിടെ വീണ്ടും കർഷക മരണം. ഭട്ടിൻഡ സ്വദേശി ദർശൻ സിംഗ് ആണ് പ്രതിഷേധത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. പോലീസ് നടപടിക്കിടെ യുവ കർഷകൻ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കർഷകർ ഇന്ന് രാജ്യവ്യാപകമായി കരിദിനം ആചരിച്ചു. കാർഷിക വായ്പകളുടെ പലിശ എഴുതിത്തള്ളുമെന്ന പ്രഖ്യാപനവുമായി ഹരിയാന സർക്കാരും രംഗത്തെത്തി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, കരുത്താർജിക്കുകയാണ് കർഷകരുടെ പ്രക്ഷോഭം. അതിനിടയിലാണ് രണ്ടാമതൊരു ജീവൻ കൂടി ആ സമര പ്രക്ഷോഭ വേദിയിൽ പൊലിയുന്നത്. ഈ ഹരിയാന സർക്കാരിന്റെ നീക്കം അതൊരു അനുനയ സമീപനമായി കണക്കാക്കാമോ? അതിനോട് ഈ കർഷക സംഘടനകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഗോകുൽ, രണ്ടാം കർഷക സമരം ആരംഭിച്ചതിന് ശേഷം ഇത് 4ാമത്തെ മരണമാണ് സംഭവിക്കുന്നത്. 3 കർഷകർക്ക് ഹൃദയാഘാതം മൂലം മരിക്കുകയും ഒരു കർഷകൻ പോലീസിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിലെല്ലാം തന്നെ വലിയ പ്രതിഷേധം കർഷകർക്കിടയിലുണ്ട്. കാരണം കർഷകരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ കൂടുതൽ കർഷകർ ഇത്തരത്തിൽ തെരുവിൽ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനിടയിലാണ് കർഷകർക്കെതിരെ നടപടി ഹരിയാന സർക്കാർ ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ച കർഷകരുടെ സ്വത്തുക്കളും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടാൻ പോലീസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. ഇതിലൂടെ നഷ്ടപരിഹാരം ഈടാക്കാനാണ് ഇപ്പോൾ ഹരിയാന പോലീസിന്റെ നീക്കം. എന്തായാലും ബാരിക്കേഡുകളും അതോടൊപ്പം തന്നെ മറ്റ് തകർക്കാൻ ശ്രമിച്ച ഒരു കർഷകർ ഇത്തരത്തിൽ നിരന്തരം തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. രാവിലെ NSA ഉൾപ്പെടെയുള്ള നിയമങ്ങൾ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്നൊരു നിലപാട് പോലീസ് സ്വീകരിച്ചെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കർഷകരുടെ വായ്പയുടെ പലിശകളെല്ലാം തന്നെ ഹരിയാന സർക്കാർ ആ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അല്പം കർഷകർക്ക് ആശ്വാസം നിലപാടാണ് സ്വീകരിച്ചെങ്കിൽ പോലും ഇത്തരത്തിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടിയിൽ വലിയ പ്രതിഷേധം കർഷകർക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം പോലീസിന്റെ ഭാഗത്തും വ്യാപകമായ നടപടി മാത്രമല്ല കർഷകർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് സ്വത്തുക്കൾ കണ്ടെത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇതിലെല്ലാം തന്നെ വലിയ പ്രതിഷേധം കർഷകർക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിന് തന്നെ ശംഭു അതിർത്തിയിൽ കർഷകരുടെ യോഗം ചേരും. അതിനുശേഷമാകും ഡൽഹി ചലോ മാർച്ച് എന്ന് പുനരാരംഭിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം സ്വീകരിക്കുക. എന്തായാലും ഡൽഹി ചലോ മാർച്ചിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് ഇതുവരെ കർഷകർ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം കർഷകരുടെ മരണം, അതോടൊപ്പം തന്നെ പോലീസിന്റെ നടപടി, ഇതിലെല്ലാം തന്നെ കടുത്ത പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം MSP എന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് കർഷക സംഘടനകൾ ആവർത്തിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഡൽഹി അതിർത്തികളിലെ സമരം കരുത്താർജിക്കുകയാണ്. ശംഭുവിലും ഖനൌരിയിലും ഇന്ന് സമാധാനപരമായി തന്നെയാണ് സമരം മുന്നോട്ട് പോയത്. കാർഷിക വായ്പകളുടെ പലിശ എഴുതള്ളുമെന്ന ഹരിയാന സർക്കാരിന്റെ പ്രഖ്യാപനത്തോട് എങ്ങനെ കർഷക സംഘടനകൾ പ്രതികരിക്കുന്നു എന്നത് അല്പസമയത്തിന് തന്നെ വ്യക്തമാകും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ശുഭകരന്റെ കൊലപാതകത്തിൽ പഞ്ചാബ് സർക്കാരിന്റെ ഭാഗത്തും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പോലീസുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് വ്യക്തമാക്കിയത്. ഒരുപക്ഷെ ഹരിയാന സർക്കാരിനെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു ആവശ്യം നേരത്തെ തന്നെ കർഷകർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഇപ്പോൾ പഞ്ചാബ് സർക്കാർ വഴങ്ങിയിട്ടുണ്ട്. അപ്പോഴും എങ്ങനെ പഞ്ചാബ് അതിർത്തിയിലേക്ക് ഹരിയാന പോലീസ് കടന്നു എന്ന ചോദ്യം കർഷകർ ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. അത്രയേറെ ഭീകരമായൊരു അവസ്ഥയായിരുന്നു ഖനൌരിയിലേത്. ശംഭുവിൽ ഇപ്പോഴും സമാധാനപരമായി സമരം തുടരുന്നുണ്ട്. കർഷക
പ്രക്ഷോഭത്തിനിടെ ഉണ്ടാകുന്ന മരണങ്ങളിൽ കൊലപാതകത്തിലൊക്കെ വലിയ രോഷം പുകയുന്നുണ്ട്. അത് കൂടുതൽ കരുത്താർജിക്കുകയാണ് ആ പ്രക്ഷോഭം. കർഷകർ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനിടെയുള്ള സർക്കാർ നിർദ്ദേശങ്ങളിലെ എങ്ങനെ പ്രതികരിക്കണം എന്ന കാര്യത്തിൽ അതിൽ കർഷക സംഘടനകളുടെ കൂടിയാലോചനകളും തുടരുകയാണ്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന് ഓഫീസ് നിർമ്മിക്കാൻ മരം വെട്ടാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു. 59 മരങ്ങൾ വെട്ടാനുള്ള നീക്കമാണ് ഹൈക്കോടതി ചൊവ്വാഴ്ച വരെ തടഞ്ഞത്. കൊച്ചി മേയർ അധ്യക്ഷനായ ട്രീ കമ്മിറ്റിയാണ് മരം മുറിക്കാൻ അനുമതി നൽകിയത്. സംഭവത്തിൽ കൊച്ചി കോർപ്പറേഷനോടും വനംവകുപ്പിനോടും ഹൈക്കോടതി വിശദീകരണം തേടി. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, സാമൂഹിക വനവൽക്കരണ വിഭാഗം സമൂഹത്തെ വനവൽക്കരണത്തിനും അല്ലെങ്കിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വിഭാഗം തന്നെയാണ് മരം മുറിക്കാൻ ഒരുങ്ങിയത്. ഏതായാലും ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ത് സാഹചര്യത്തിലാണ്? ഇതിനെതിരെ ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. മരം വെട്ടാനുള്ള നീക്കം തടയണം എന്നതായിരുന്നു ആവശ്യം. ഈ വിഷയത്തിൽ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെ ഓഫീസ് നിർമ്മിക്കാൻ മരം വെട്ടാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു. 59 മരങ്ങൾ വെട്ടാനുള്ള നീക്കമാണ് തടഞ്ഞത്. ചൊവ്വാഴ്ച വരെയാണ് ഈ സ്റ്റേ ഉണ്ടാവുക. കൊച്ചി മേയർ അധ്യക്ഷനായ ട്രീ കമ്മിറ്റി കഴിഞ്ഞ ദിവസമാണ് മരം മുറിക്കാൻ അനുമതി നൽകിയത്. ഇടപ്പള്ളിയിലെ 96 സെന്റ് സ്ഥലത്ത് നിന്നാണ് 59 മരങ്ങൾ മുറിച്ചു മാറ്റാൻ നീക്കം നടന്നതും. ഇതാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് തടഞ്ഞിട്ടുള്ളത്. ശരി, ഏതായാലും മരം മുറിച്ച് ഓഫീസ് പണിയുവാനുള്ള സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ നീക്കത്തെയാണ് ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.